ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നുകൊണ്ട് ഉണ്ടാക്കാൻ പോണത് കീ ചെയിനാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ കവർ സ്റ്റിക്കർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഉള്ള കവർ സ്റ്റിക്കേഴ്സ്. അപ്പം അതും ഉപയോഗിച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ടുള്ള കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ A4 ഷീറ്റും കത്രികയും പിന്നെ കീ ചെയിനുള്ള സാധനം പിന്നെ ഒരു കോമ്പസും പിന്നെ കീ ചെയിൻ ഉണ്ടാകാനുള്ള ഒരു ഇതില്ലേ, അതെന്താണെന്ന് അറിയണവരൊന്ന് പറയാം കേട്ടോ. അപ്പം അതും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ ചെയിൻസ് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പ് പോലെ ഉള്ള ഒരു കീ ചെയിനാണ് എടുത്തത് ആദ്യം. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതിൽ ടേപ്പ് ആവശ്യമുണ്ട്, ഞാൻ പെട്ടെന്ന് കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വൈറ്റ് ബോർഡർ കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ടേപ്പ് ഞാൻ കാണിക്കാൻ മറന്ന് പോയതാണ്. ക്ലിയർ ടേപ്പ് തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ സാധാരണ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിന്മേ A4 ഷീറ്റ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് കവർ ചെയ്യാം കേട്ടോ. അതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കിതുപോലെ ഞാൻ ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് 2-3 പീസാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വലുതോ ചെറുതോ ആയിട്ട് ഉണ്ടാക്കാം. ഇനി ഇങ്ങനത്തെ സ്റ്റിക്കർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വരണതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ കറക്റ്റ് ആവുണ്ടെന്ന് നോക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് വൈറ്റ് ബോർഡറിൽ കാണുന്ന രീതിയിൽ വെട്ടാം. അങ്ങനെയൊന്നും വേണമെന്നില്ല. ശരിക്കും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. പിന്നെ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ഇത്തിരി സ്ഥലം ബാക്കി വിട്ടിട്ട് വെട്ടോളൂ. കാരണം നമ്മൾ കോമ്പസ് കൊണ്ട് കുത്തുമ്പോൾ റൗണ്ട് കറക്റ്റ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കേച്ചാൻ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ടേപ്പ് ഒട്ടിക്കാം. ഞാൻ കാണിക്കാൻ മറന്നുപോയി. നല്ല അടിപൊളി സൈഡൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുത്തിയപ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു, കൈ വേദന എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കിച്ചൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. അപ്പം ഞാനത് അങ്ങനെ തന്നെ വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ, വലുത്. അപ്പം ചെറുതാണ് എടുത്തത്. എനിക്ക് വലുതെടുക്കാൻ ഒരു മടിയായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വലുതോ ചെറുതോ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ കട്ട് ചെയ്യാം. അപ്പോൾ 2 ഞാൻ ഓട്ടയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് കയറ്റുമ്പോഴാണ് നിങ്ങൾക്കൊരു കോമഡി കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതുപോലെ കണ്ടു കേട്ടോ. 2 ഞാൻ ഓട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് കീ ചെയിൻ ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പം നമ്മൾ സ്റ്റിക്കർ വെച്ചതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ക്ലിയർ ടേപ്പ് ഒട്ടിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൻ്റെ മുകളിൽ ആദ്യം വെച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ വേറെ പിന്നെ ഉണ്ടാക്കിട്ടോ വെട്ടിയിട്ട്. ഒന്നും കുത്തിയപ്പോൾ കയറുന്നില്ല, അതും പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ആ സ്റ്റിക്കർ എടുത്തിട്ട് വേറെ ഒന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മുകളിൽ ടേപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കുക. കാരണം A4 ഷീറ്റ് ആയതുകൊണ്ട് കട്ടിയുള്ള ഷീറ്റൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ A4 ഷീറ്റാണ് എടുത്തത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിൻ്റെ ചട്ടയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഇടാം കേട്ടോ. ഇപ്പം ഞാൻ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തു. പക്ഷേ ഞാൻ ടേപ്പ് ഒട്ടിക്കാൻ വീണ്ടും മറന്നു പോയി. ആദ്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒന്നുകൊണ്ട് ഓട്ടോ കുത്താം. കോമ്പസ് വേണമെന്നില്ല, കാരണം ഓട്ടോ കുത്തുന്ന ഒരു അതുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കുത്താട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂലിട്ടൊക്കെ കെട്ടാം, കുഴപ്പമില്ല. ആദ്യത്തെ കയറ്റി കുഴപ്പമില്ല. അതേ നോക്കൂ, ഇതുപോലെ കയറ്റാട്ടോ. ഓക്കെ, നമുക്ക് കയറ്റി ഇത്രയും നേരം പാടുപെട്ടു. ഇനി നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചെടുത്തപ്പോൾ അത് അങ്ങോട്ട് മറിഞ്ഞിടുന്നു. ഇതാണ് അവസ്ഥ കേട്ടോ ഗൈസ്, കണ്ടു. അതങ്ങോട്ട് മറിഞ്ഞു കിടന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ അത് ഊരിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാഗുമ്മലൊക്കെ തൂക്കിയിടാൻ പറ്റിയ അടിപൊളി ഐഡിയ ആണ് കേട്ടോ. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
ഓക്കെ, നമ്മുടെ അടിപൊളി കീ റെഡിയായി. ഞാൻ പിന്നെ അത് ഊരിക്കളഞ്ഞു, കാരണം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ വെക്കാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, വീണ്ടും ഞാൻ കെട്ടി മണ്ടത്തരം കാണിച്ചു, അപ്പോഴും വീണ്ടും തെറ്റി. അപ്പോൾ ആ മിസ്റ്റേക്ക് നിങ്ങളുടെ അടുത്ത് വരാണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കേട്ടോ. കണ്ടോ, ഇടയ്ക്ക് തിരിഞ്ഞെടുക്കും, അങ്ങനെ അല്ലെങ്കിൽ അങ്ങോട്ട് എടുക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് ആക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ടത് ഊരി കളഞ്ഞു. സ്റ്റിക്കർ ബാക്ക് അതിലേക്ക് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കീ ചെയിൻ കേട്ടോ. ഫൈനൽ ഔട്ട്പുട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടും ചെയ്യണേ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടു, ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കീ ചെയിൻ. നിങ്ങൾക്ക് ബാഗിലൊക്കെ തൂക്കിയിടാം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ഗിഫ്റ്റൊക്കെ ഐഡിയ ഒക്കെ കൊടുക്കാം. ഇതുകൊണ്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇനി ഇതുകൊണ്ടും കുറേ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ അടിപൊളി കീ ചെയിനാണ്. ഇപ്പം ഇതിനുണ്ടാക്കാൻ കവായ് സ്റ്റിക്കർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വരച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് ചെയ്യാം. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ കവായ് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കീ ചെയിൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാം കേട്ടോ. ഞാൻ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഇതാണ് നമ്മുടെ കീ ചെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.